ഞാൻ LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസമുണ്ട് നമുക്ക് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും, ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളത്തിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദ വിഷയമാണ് നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടിയിൽ അവർ ക്രിസ്തീയ ഭക്തിഗാനം പാടി എന്നുള്ളത്. ഈ നന്ദഗോവിന്ദം ഭജൻസ് കഴിഞ്ഞ 30 വർഷക്കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഗീത ട്രൂപ്പാണ്. പക്ഷെ ഈ അടുത്ത കാലത്താണ് അവർ ഇത്രയധികം ഒരു പ്രചാരം നേടിയത്. ഇവിടെ എടുത്തു പറയേണ്ട വസ്തുത, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അമ്മയുടെ കുഞ്ഞ് മരിച്ചു പോവുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ദുഃഖം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും എന്നുള്ളതാണ് എപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. തൻ്റെ കുഞ്ഞു മരിച്ച അമ്മ പോലും ഒരു നിമിഷമെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ മറന്നിരിക്കുന്നത് സംഗീതം കേൾക്കുമ്പോഴാണെന്ന് ഒരു ചൊല്ലുണ്ട്, അതും ഭക്തി സംഗീതം. അപ്പൊ സംഗീതം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ശാന്തതയിലേക്കും സന്തോഷത്തിലേക്കും നയിക്കണ ഒരു കല തന്നെയാണ്. ആത്മീയമായ സംസ്കരണം കൂടി അതിൽ നടത്തപ്പെടുന്നു. ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും സംഗീത രൂപേണ തന്നെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ സംഗീതത്തിന് മനുഷ്യന്റെ ജീവിതവുമായി അത്രത്തോളം പ്രാധാന്യമുണ്ട്. സംഗീത ജ്ഞാനമോ ഭക്തി വിന എന്ന ത്യാഗരാജസ്വാമിയുടെ ഒരു കീർത്തനം തന്നെയുണ്ട്, ഭക്തിയില്ലാതെ സംഗീതമില്ല. ഇവിടെ നന്ദഗോവിന്ദത്തിന്റെ കാര്യം പറയുമ്പോൾ അവര് ഭക്തിയിലൂടെ സംഗീതത്തെ പ്രയോഗിക്കുന്നു. അതുകൊണ്ട് കേൾക്കുന്നവരുടെ മനസ്സിനെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ അവർ നയിക്കുന്നു. അവര് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ പ്രതിനിധികളായിട്ടല്ല പരിപാടി നടത്തുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമായി ഇന്നേ വരെ അവർ പ്രവർത്തിക്കുന്നില്ല. ആർക്കും വേണ്ടി പക്ഷപാതപരമായി അവർ ഒരു ഗാനവും പാടുന്നില്ല. ചിലരൊക്കെ അമ്പലത്തിലെ ഗാനമേള നടക്കുമ്പോൾ ഗണഗീതം എല്ലാം പാടുന്നുണ്ട്, RSSന്റെ ഗണഗീതം ഒക്കെ പാടുന്നുണ്ട്. നന്ദഗോവിന്ദം അങ്ങനെ ഇതുവരെ ഒരു സ്ഥലത്തും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞു വരുന്നത്, നമ്മുടെ ബഹുമാന്യനായ മൺമറഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിൽ, ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ മണ്ഡലമായ പുതുപ്പള്ളിയിൽ കോട്ടയം നെട്ടാശ്ശേരിയിൽ ഒരു പരിപാടി നന്ദഗോവിന്ദത്തിന് നടത്തുന്നു. അതായത് ഈ കഴിഞ്ഞ 14-ാം തീയതി, ഒരു ഏപ്രിൽ 14-ാം തീയതി വിഷുവിന്റെ തലേദിവസം നടത്തിയ ഈ പരിപാടിയിൽ അവിടെ ഒരു നെട്ടാശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനുള്ള ധനശേഖരണാർത്ഥമാണ് അവർ ഈ പരിപാടി നടത്തിയത്. ഇപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് 7 ലക്ഷം 8 ലക്ഷം രൂപയൊക്കെയാണ് നന്ദഗോവിന്ദം പരിപാടിക്ക് വാങ്ങിക്കുന്നത് എന്നാണ് അറിയുന്നത്. അവർ വരുന്ന എല്ലാ പരിപാടികൾക്കും ബ്ലോക്കായിരിക്കും, അത്രത്തോളം ജനങ്ങൾ വന്നു ചേരുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടിക്കിടയിൽ അമ്പലത്തിന് വെളിയിലാണ് നടത്തിയത്. അവിടെ ആ പള്ളിയുടെ സ്ഥലമാണ് അന്ന് പരിപാടിക്ക് വന്നവർക്ക് വേണ്ടി പാർക്കിങ്ങിന് വേണ്ടി ഒരുക്കി കൊടുത്തത്. പള്ളിയിലെ ആളുകളൊക്കെ ഈ പരിപാടി കേൾക്കാനുണ്ടായിരുന്നു, ക്രൈസ്തവരൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ നന്ദഗോവിന്ദത്തിന്റെ പ്രധാന പാട്ടുകാരനായ നവീൻ അവിടെ പഠിച്ചിരുന്നത് ഈ നെട്ടാശ്ശേരി ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്ന അവർക്ക് വേണ്ടി മതസൗഹാർദ്ദത്തിന്റെ ഒരു പരിച്ഛേദം എന്ന രീതിയിൽ ഒരു ക്രൈസ്തവ ഭക്തിഗാനം കൂടി നന്ദഗോവിന്ദൻ പാടി. അന്ന് മുതൽ കേരളത്തിലെ മതേതര നിലപാടുകളുള്ളവരും മതനിലപാടുകളുള്ളവരും നന്ദഗോവിന്ദത്തിനെതിരെ ആഞ്ഞടിച്ച് വാളെടുത്തുകൊണ്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. മതേതരത്വം പുലരണം എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയിലുള്ള ആളുകൾ പോലും മുന്നോട്ട് വരുന്നു.
ഇവിടെ എടുത്തു പറയേണ്ട വസ്തുത ഇപ്പോൾ ശശികല ടീച്ചറോ ഗുരു ഗോവിന്ദമൂർത്തിയോ ഒക്കെ അവർക്കെതിരെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ KS രാധാകൃഷ്ണനെ പോലെ ചാൻസലർ ആയിരുന്ന ഒരാള് ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് സാറിന്റെ ഈ കാര്യത്തിലുള്ള നിലപാട്? ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇപ്പം BJPയുടെ ലൈനിൽ വർഗീയ വിഷം പറഞ്ഞാലേ അദ്ദേഹത്തിന് നിലനിൽപ്പുള്ളൂ എന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറയുന്നത്. മുമ്പ് വൈസ് ചാൻസലർ ആയ ആളും മതേതരത്തിന്റെ ആളും കോൺഗ്രസ് നേതാവുമായിരുന്നു. എന്ത് ചെയ്യാം, കോലത്തിനനുസരിച്ച് തുള്ളുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടിരിക്കാം അദ്ദേഹം ഏത് ഭാഷയെ ഏത് തരത്തിലും പ്രയോഗിക്കാൻ കഴിവുള്ള ഒരാള് ആ ഭാഷാ പ്രയോഗം കൊണ്ട് അദ്ദേഹം ആ ലൈനിലേക്ക് വന്നത്. നമുക്കറിയാം ഇവിടെ നടന്ന എന്താ, ഒരു അമ്പലമുറ്റത്ത് നടന്ന ഒരു ചടങ്ങല്ല. അതായത് പള്ളിയുടെ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അവർ തന്നെയാണ് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പള്ളിയും അമ്പലവും തമ്മിലുള്ള വല്ലാത്തൊരു അടുപ്പം അവിടെയുണ്ട്. ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോ നോക്കാതെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സഹോദര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്. നമുക്കറിയാം വിവേകാനന്ദ മുമ്പ് പറഞ്ഞിട്ട് കേരളം ഭ്രാന്താലയമാണെന്നുള്ളത്. ഈ ഭ്രാന്താലയമാക്കുന്നത് അന്നത്തെ ഈ മനുഷ്യരെ തമ്മിൽ ജാതി മതങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങളും അതേപോലെ തൊട്ടുകൂടായ്മയുള്ള ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം ഒക്കെ നമ്മൾ ജീവിച്ചു പോയത് ഇതുപോലുള്ള നവോത്ഥാന നായകന്മാർ രംഗത്തിറങ്ങി എല്ലാ ജാതിയിലും മതത്തിലും പെട്ട നവോത്ഥാന നായകന്മാർ മുന്നിട്ടിറങ്ങുകയും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അമ്പലങ്ങളിൽ ഈ താഴ്ന്ന ജാതികർ കയറാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവസാനം വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ നടത്തി അങ്ങനെയാണ് ഒരു കാലഘട്ടം മറികടന്ന് ഈ കാലഘട്ടത്തിൽ എത്തിയത്. ഈ കാലഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ മനുഷ്യരാണ് എന്നുള്ള ചിന്താഗതിയാണ് ഉള്ളത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അടിസ്ഥാനപരമായി വളർന്നത് ജാതി മതങ്ങൾക്കപ്പുറമുള്ള ചിന്താഗതി കൊണ്ടാണ്. ജാതിയുമില്ല മതവുമില്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതി. നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞ എന്താ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയിൽ കൂടെ വളർന്ന നമ്മളെല്ലാവരും ഇപ്പോൾ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അതിർവരമ്പ് നിശ്ചയിച്ച് മനുഷ്യരെ പരസ്പരം തല്ലിച്ച് അങ്ങനെ അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഉപയോഗിക്കാനുള്ള തത്രപ്പാടിലാണ് ഇവിടെ ചില മത നേതാക്കന്മാർ ചെയ്യുന്നത്. ശശികല ടീച്ചറും ഒക്കെ ഗുരുമൂർത്തിയൊക്കെ കാണിക്കുന്നത് അവർ സത്യം പറഞ്ഞാൽ ഈ ഹിന്ദു മതത്തിനുള്ളിൽ തന്നെ വിള്ളലുണ്ടാക്കുക, എന്നിട്ട് മറ്റു മതക്കാരായിട്ട് ഏറ്റുമുട്ടിക്കുക, എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവവികാസം എന്ന് പറയാൻ പറ്റും. മനുഷ്യനെ സാന്ത്വനിപ്പിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ സ്നേഹം കൊണ്ടുവരുന്ന ഒരു മരുന്നാണ് സംഗീതം എന്ന് പറയുന്നത്. ആ സംഗീതത്തെ ശാസ്ത്രീയമായി പറഞ്ഞാൽ സംഗീതത്തിന് നമ്മുടെ പല രോഗങ്ങളടക്കം മാറ്റാനുള്ള കഴിവുണ്ട്. അത് ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ എന്നല്ല, മനുഷ്യർ എന്ന് പറയുന്ന ഒരു കുലം മാത്രമേ ഉള്ളൂ. അതിൽ സ്ത്രീയും പുരുഷനും ഉണ്ടായിരിക്കാം. നമ്മൾ ജീവിക്കുന്നത് ക്രിസ്ത്യാനികള്, ഹിന്ദുക്കള്, അതേപോലെ മുസ്ലിങ്ങൾ എന്നൊക്കെ ആയിരിക്കാം. ഈ ഹിന്ദുക്കൾ തന്നെ ഇടവര്, അതേപോലെ നായന്മാര്, പിന്നെ താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടായിരിക്കാം. ക്രിസ്ത്യാനികളുടെ ഇടയിലും ഇതൊക്കെ ഉണ്ട്, ഈ മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട്, പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി കേരളത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു പള്ളിയിൽ ഉത്സവം വരികയാണെങ്കിൽ എല്ലാ മനുഷ്യരും അവിടെ എത്തിച്ചേരും. ഹിന്ദുക്കളുടെ ഒരു പരിപാടിയിലോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ എത്തിച്ചേരും. മുസ്ലിങ്ങളെ പരിപാടിയിൽ നമ്മൾ എത്തിച്ചേരും. അങ്ങനെ ഒരു സഹോദര സ്നേഹത്തിൽ കൂടെ കടന്നു പോകുന്ന കേരളത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം, ഒരു പള്ളിയിലെ വാഹനം നിർത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു, അവരുടെ ഗ്രൗണ്ടിൽ നമ്മുടെ പരിപാടി നടത്താൻ സൗകര്യം ചെയ്യുന്നു. എന്നാൽ അവിടെ പാട്ട് പാടിയത് ഒരു ക്രിസ്ത്യ ഭജന ഗാനമായപ്പോൾ അത് അവിടെ വലിയ വർഗീയ വിഷം ആയിപ്പോയി, വർഗീയതയായിപ്പോയി. അത് ഭയങ്കര ഗുരുതരമായ തെറ്റാണ്, മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഹാലിളകി തുള്ളുന്നവർക്ക് ഉള്ള മറുപടി എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഏറ്റവും വലിയ ഭീകരന്മാരാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. മനുഷ്യരുടെ ഉള്ളിൽ വിഷം കുത്തിവെക്കുക, എന്നിട്ട് തമ്മിലടിപ്പിക്കുക, എന്നിട്ട് അവരെ തമ്മിൽ തല്ലി ശത്രുക്കളാക്കി മാറ്റുക. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കി ചാണ്ടിയമ്മനെ നമുക്കറിയാം.
ചാണ്ടിയമ്മനെ ഞാൻ പഠിച്ചിടത്തോളം കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ഇന്റർവ്യൂ ആവാൻ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത്, താങ്കൾ ഹിന്ദു മതാചാരങ്ങൾ പാലിക്കുന്ന ഫോളോ ചെയ്യുന്ന ഒരാളായി മാറിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഞാൻ അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ നല്ല വശങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ അതിലൂടെ പോകാറുമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. ഞാൻ അതേ സമയത്ത് ക്രിസ്ത്യാനി തന്നെയാണ്. എന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ. ഈ പറയുന്ന വിവാദ പരിപാടിയിലും ചാണ്ടിയമ്മൻ അവിടെ പ്രേക്ഷകനായിട്ടുണ്ടായിരുന്നു. ചാണ്ടിയമ്മൻ അതിൽ പങ്കാളിയായി മാത്രമല്ല, അവിടെ ആ ഹിന്ദുക്കളോടൊപ്പം കൂടെ നിന്നിട്ട് അത് പരിപാടികളെല്ലാം വിജയിപ്പിക്കാൻ മുന്നോട്ട് നിൽക്കുന്നതാണ്. അദ്ദേഹം പള്ളിയിലാണോ അല്ല അമ്പലത്തിലാണോ എന്ന് നോക്കാതെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഒരേപോലെ തന്റെ ഭക്തി കാണിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു വേർതിരിവൊന്നും അദ്ദേഹം കാണിക്കാറില്ല. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ഉമ്മൻചാണ്ടി എന്താണോ അത് തന്നെയാണ്. അവിടെ ജാതി മതങ്ങൾക്കപ്പുറം അമ്പലത്തിലും അദ്ദേഹം പോവും, പള്ളിയിലും പോവും. അങ്ങനെ അവിടെയും എവിടെയും അവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. ഇടയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനായി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് തന്നെ വലിയ നേട്ടമല്ലേ സാർ? ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ഇപ്പൊ നമ്മുടെ ഹൈന്ദവ സനാതന ധർമ്മ പുലരണം എന്ന് പറയുന്ന ആളുകളാണ് ഹിന്ദു മതവിശ്വാസികളിൽ അധികം. ഇതിൽ ഏറ്റവും കൂടുതൽ അവർ പറയുന്നത് ഏകോദര സാഹോദര്യം, അദ്വൈതം, രണ്ടില്ല. ജഗദ്ഗുരു ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുദേവനും എല്ലാം പറഞ്ഞത് അത് തന്നെയാണ്. നീ നിന്നിൽ, നിന്റെ ആത്മാവിൽ നിന്നെ കാണുക, നിന്റെ സഹോദരനെ എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. അദ്വൈത സിദ്ധാന്തം അത് തന്നെ പറയണേ, ഒന്നിൽ നിന്ന് മറ്റൊന്ന് വിഭിന്നമല്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഈ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ എന്തിനിപ്പം മനുഷ്യൻ കലഹിച്ചു നിൽക്കണേ? ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാം. ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി വരുമ്പോൾ ഒരു ജാതി ഒരു മതം എന്നൊക്കെ ഒരു 4 നാവെടുത്തിട്ട് ഉദ്ഘോഷിക്കും. ഇതുപോലെ നമ്മുടെ വിവേകാനന്ദ സ്വാമി ജയന്തി വരുമ്പോഴും ഒക്കെ ഇങ്ങനെ ആഘോഷിക്കും. എല്ലാവരും ഏകോദര സാഹോദര്യത്തോടു കൂടി കഴിയണം. കേരളത്തെ വിവേകാനന്ദൻ ഈ ജാതി മത വ്യവസ്ഥ കണ്ട് ഭ്രാന്താലയം എന്ന് വിളിച്ച് അതിനി പാടില്ല എന്നൊക്കെ പറയുന്നവര് അമ്പലത്തിലെ ഒരു പരിപാടിക്ക്, അമ്പലത്തിന്റെ മതിൽക്കെട്ടിന് വെളിയിൽ നടന്ന ഒരു പരിപാടിക്ക് ഏകോദര സാഹോദര്യം ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ മതസൗഹാർദ്ദം നാട്ടിൽ നിലനിൽക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി യേശുദേവന്റെ ഒരു പാട്ടുപാടി. ഹിന്ദുമത വിശ്വാസം അനുസരിച്ചിട്ട് 33 കോടി ദേവതകളാണ് പറയുന്നത്. അങ്ങനെ 33 കോടി ദേവതകളെ ആരാധിക്കുന്ന ആളുകൾ, തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്ന് വിശ്വസിക്കുന്നവര് എന്തുകൊണ്ട് യേശുദേവന്റെ ഒരു പാട്ട് പാടി കഴിഞ്ഞപ്പോൾ നമ്മുടെ മതവികാരങ്ങൾ ഇളകിപ്പോയി, അല്ലെങ്കിൽ അതിന് വിശ്വാസത്തിന് കോട്ടം തട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയട്ടെ. ഏറ്റവും വലിയ നിരീശ്വരവാദി എന്നറിയപ്പെടുന്ന വയലാർ രാമവർമ്മയാണ് കേരളത്തിൽ ഇന്നിപ്പോ നമ്മളെല്ലാവരും പാടിക്കൊണ്ടു കിടക്കുന്ന ഏറ്റവും നല്ല, ഏറ്റവും പേരുകേട്ട ഭക്തിഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് യൂസഫ് അലി കേച്ചേരി എന്ന് പറഞ്ഞ മുസ്ലിം ആയിട്ടുള്ള കവിയാണ് കൃഷ്ണകൃപാസാഗരൻ പോലുള്ള ജാനകി ജാനകി പോലുള്ള പാട്ടുകളൊക്കെ നമുക്ക് മലയാളത്തിന് സംഭാവന ചെയ്തത്. എന്തിന്? നമ്മുടെ ലോകത്തിന്റെ, ഭാരതത്തിന്റെ ഗാനഗന്ധർവൻ എന്ന് പറയുന്ന യേശുദാസ്, അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകളാണ് ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ദേവീദേവന്മാരെ അമ്പലത്തിൽ പാടി ഉണർത്തുന്നതും പാടി ഉറക്കുന്നതും. അങ്ങനെ മതത്തിന്റെ വിലക്കുകളൊക്കെ കൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഹൈന്ദവ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ പാട്ട് വയ്ക്കാൻ സാധിക്കുമോ? അപ്പൊ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യം നേരത്തെ സാറ് പറഞ്ഞതുപോലെ വിഷം കുത്തിവയ്ക്കൽ തന്നെയാണ്. ഈ വിഷം കുത്തിവയ്ക്കുന്നതിലൂടെ അവർ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. KS രാധാകൃഷ്ണൻ സാറിനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബൗദ്ധികമായ നിലവാരത്തിലേക്ക് എത്തി നോക്കാനുള്ള കഴിവില്ല നമുക്ക്, എനിക്കില്ല. എങ്കിലും ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയത്തോടു കൂടി പറയാണ്, സാറൊക്കെ ഇവിടെ മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി നിലകൊള്ളേണ്ട ആളുകളാണ്. ഞങ്ങൾക്കൊക്കെ കുറച്ച് പ്രതീക്ഷയുള്ള ഒരു പറ്റം ആളുകളിൽ ഒരാളാണ് സാറ്. അങ്ങേപ്പോലുള്ള ആളുകൾ ഇതുപോലെ മതേതര നിലപാടുകൾ പുലർത്തുന്നു എന്ന് പറയുമ്പോൾ സംഗീതത്തിലും സാഹിത്യത്തിലും അല്ലെങ്കിൽ അതിന്റെ പ്രായോഗിക രീതിയിലൊക്കെ മതത്തിന്റെ വേർതിരിവ് കാണുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. നന്ദഗോവിന്ദം ഭജൻസ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാന്ത്വനം തന്നെയാണ്, ഒരു തരത്തിലുള്ള സാന്ത്വന ചികിത്സ തന്നെയാണത്. അതായത് ഒരു നിമിഷം നേരത്തേക്കെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും, അത് 2 മണിക്കൂർ നേരത്തേക്ക് സർവ്വതും മറന്ന് നമ്മളുടെ ആത്മാവിനെ അല്ലെങ്കിൽ മനസ്സിനെ, നമ്മുടെ ശരീരത്തേക്ക് മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ശാന്തിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭജനാ സമ്പ്രദായമാണ് അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ എല്ലാം മറന്ന ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ മതവും ജാതിയും ഒന്നും അവിടെ ഇല്ല. ക്രൈസ്തവരുണ്ട്, മുഹമ്മദീയരുണ്ട്, ഹൈന്ദവരുണ്ട്, പാഴ്സികളും ജൈനന്മാരും എല്ലാം അവിടെ ചെന്നിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തിനാ ഈ മതത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നന്ദഗോവിന്ദത്തിന് നന്ദകുന്തിരിക്കം എന്നാണ് ഒരു ഹൈന്ദവ ആചാര്യൻ പറഞ്ഞത്. അതൊക്കെ വളരെ സങ്കടകരമായ കാര്യമാണ്. നന്ദഗോവിന്ദൻ നടത്തുന്നത് വലിയൊരു സേവനം തന്നെയാണ്. കാരണം 100 പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടുന്ന അറിവില് അപ്പുറമായിരിക്കും ഒരു
4 വരി ഗാനത്തിലൂടെ നമുക്ക് കിട്ടാൻ സാധിക്കുക. ഗാനാത് പരം നഹി എന്നൊരു ശ്ലോകം തന്നെയുണ്ട്, അത് മുഴുവൻ ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ സംഗീതത്തിന് അത്ര കണ്ട് പ്രാധാന്യമുണ്ട് എന്ന് പറയുമ്പോൾ സംഗീതത്തിന്റെ പേരിൽ ഇത്തരം കാട്ടിക്കൂട്ടലുകൾ എന്തിനാ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മളെല്ലാവർക്കും ജനിച്ച രീതിയിൽ ഓരോ മതമുണ്ടാകും, ഓരോ ജാതിയൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ ഭേദിച്ച് മതേതരത്വ നിലപാടുകൾ പുലർത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പുരോഗമനവാദികളാണ്, എന്ത് ഭാരതീയനാണ് എന്ന് പറയുന്നത്? എനിക്ക് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്താണ് സാർ ഇതിൽ പറയാൻ? അതായത് മതത്തിന്റെ ചങ്ങലക്കെട്ടിനുള്ളിൽ കൊണ്ടിട്ട് സംഗീതത്തെ അതിന്റെ സങ്കുചിതമായ മാർഗത്തിലേക്ക് കൊണ്ടുപോയി വർഗീയത വളർത്തുക എന്നുള്ളതും മനുഷ്യരെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതുമാണ് ഇത്തരം വർഗീയ വിഷം ചീറ്റുന്ന വർഗീയവാദികൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഹരിഹവരാസനം പാടിയിട്ടുള്ള യേശുദാസ് ഗുരുവായൂരപ്പനെ കുറിച്ച് എന്തെല്ലാം അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകൾ ഗുരുവായൂർ അമ്പലത്തിൽ പാടുന്നുണ്ട്. അപ്പൊ ശബരിമലയിൽ ഹരിവരാസനം പാടുന്നില്ലേ? എല്ലാ അമ്പലങ്ങളിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ, ആ പാട്ട് ഉപയോഗിക്കാം. എന്നാൽ പാടിയ ആള് ക്രിസ്ത്യാനിയാണ്, അതേവിടെ കയറ്റാൻ പാടില്ല എന്ന് പറയുന്ന സങ്കുചിതമായ ചിന്താഗതി ഇവിടെ കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളത്. നമ്മളിവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മനുഷ്യനെ സ്വാന്തനിപ്പിച്ച് അവരെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി അവർക്ക് ജീവിതത്തിന്റെ വിഷമങ്ങളും മറ്റെല്ലാം മറന്ന് ഭക്തിയും അതേപോലെ സ്വാതന്ത്ര്യവും ചേർന്നുള്ള കാര്യമാണ് ഇവിടെ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് സംഗീതത്തിലൂടെ അവരെ എല്ലാവരും ഒന്നാണ് മനുഷ്യർ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ക്രിസ്ത്യാനികൾ അങ്ങോട്ടും പോവാം, ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ഇങ്ങോട്ടും വരാം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൂട്ടായ്മ എന്നുള്ളതിലേക്ക് കൃത്യമായി നമ്മൾ ചിന്തിക്കുന്നതിന് പകരം ഈ പാടിയ ആൾക്കാർ ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവര് നല്ലത് അവിടെയുള്ള ആളുകൾ കൊടുത്തു, അവരെ കൈവശമുള്ള നല്ല കായ്ക്കനികൾ കൊടുത്തിട്ട് അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. അത് കേൾക്കുന്നവർക്ക് മനസ്സിന് സന്തോഷവും ആനന്ദവും ഉണ്ടായി. അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അവിടെ വന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ പുറമെയുള്ള ആളുകൾക്കാണ് ഇതിന്റെ പ്രശ്നം. പുറമെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മള് കെ.എസ്. രാധാകൃഷ്ണനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? മുമ്പ് കോൺഗ്രസ്സുകാരനായപ്പോൾ മതേതരത്വത്തിന് വേണ്ടി അങ്ങനെ ആകാശത്തിന് പുറത്ത് കയറി ഇന്ന് പ്രസംഗിച്ച ഒരാളാണ്. ഇപ്പം അദ്ദേഹം BJP-യിലായപ്പോൾ അതിന്റെ ചട്ടക്കൂടിനനുസരിച്ചിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്ന ഭാഷാ ചൈതന്യമുള്ള ഒരാള് അതിനനുസരിച്ച് മാറ്റുന്നു. ഏത് വേഷം പോലവും കെട്ടാം അദ്ദേഹത്തിന്. അവിടെ വന്നപ്പോൾ വേറെ വേഷം, ഇവിടെ വന്നപ്പോൾ വേറെ വേഷം, എന്നിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. അദ്ദേഹം വായിച്ചുള്ള അറിവുണ്ടാകുമ്പോൾ ഏത് തരത്തിലേക്ക് മാറ്റാനുള്ള കഴിവുണ്ടല്ലോ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എല്ലാ വിവരങ്ങളുമുള്ള ഒരു കള്ളനെ പേടിക്കണം. അത് ഒരു വിവരമില്ലാത്ത കള്ളൻ പലപ്പോഴും ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകള് അവരുടെ ഭാഷ കൊണ്ടും വിജ്ഞാനം കൊണ്ടും, കാരണം വിജ്ഞാനം വായിച്ചറിവും പഠിപ്പിച്ചറിവും ഉള്ള ആളുകൾക്ക് അതിനെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റാനും ഇതിനെ അങ്ങോട്ട് മാറ്റാനും കഴിവുള്ള ആളുകളാണ് ഇവർക്ക്. അവരാണ് ഇവിടെ കലാപം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ഇതിന് പോകരുത് എന്നാണ് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇപ്പോൾ തീവ്ര മതത്തിന്റെ ആളായി മാറിയിരിക്കുന്നു. അതായത് മുസ്ലിം തീവ്രവാദികളെ കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നതിന്റെ അതേ വേഗത്തിൽ തന്നെ അദ്ദേഹത്തെ ഒരു തീവ്ര ഹിന്ദു ആളായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിന്റെ മുഖം തന്നെ ഒരു വികൃത രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. സാർ, ഇപ്പൊ ഈ തീവ്രത ഇപ്പൊ ഹിന്ദുത്വത്തിലായാലും അല്ലെങ്കിൽ ഇസ്ലാമികതയായാലും ക്രിസ്ത്യാനിറ്റിയിലായാലും എന്തിലായാലും തീവ്രവാദി തന്നെയാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു വലിയൊരു മഹത്തായൊരു വാക്യമുണ്ട്, നമുക്ക് ജാതിയില്ല. സംഗീതത്തിനും ജാതിയും മതവും ഇല്ല. അതിൻ്റെ ഭാഷ തന്നെ സാന്ത്വനമാണ്, അതിൻ്റെ ഭാഷ ശാന്തിയാണ്, അതിൻ്റെ ഭാഷ സന്തോഷമാണ്. അപ്പൊ ഈ ശാന്തിയിലും സന്തോഷത്തിലും സമാധാനത്തിലും അഭിരമിക്കാൻ താല്പര്യമുള്ള ആളുകൾ സംഗീതത്തിന്റെ വഴിയെ പോകും. മതവും ജാതിയും പറഞ്ഞു പോണ ആളുകൾ അതിന് ഇടങ്കോലിട്ട് സാധാരണക്കാരുടെ ശാന്തിയും സമാധാനവും സന്തോഷവും നശിപ്പിക്കാൻ നോക്കരുത്. ഇപ്പോൾ ആ രംഗത്ത് കൂടുതൽ സേവനങ്ങൾ ചെയ്യുന്ന നന്ദഗോവിന്ദത്തെ ദയവായി ആ ഭജന സംഘത്തെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് എന്നുള്ളൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇതിലൂടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.